നമസ്കാരം. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുമ്പോൾ അതിനെ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് തകൃതിയായി നടക്കുമ്പോൾ അമേരിക്കയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നും അവരുടെ ലക്ഷ്യം എന്താണെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ. അതായത് ഇറാനിൽ ഭിന്നിപ്പുണ്ടാക്കി ഭരണം കൈയടക്കുക എന്നതായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം. എന്നാൽ ട്രംപ് തന്റെ കഴിവിന്റെ പരമാവധി കിണഞ്ഞു ശ്രമിച്ചിട്ടും അത് നടന്നിരുന്നില്ല. അതിന് പിന്നാലെയാണ് സൈനിക നീക്കം നടത്തി യുദ്ധത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. ഇറാനിൽ ഭരണകൂട അട്ടിമറി എന്ന ലക്ഷ്യം തന്നെയാണ് യുഎസിനും ഇസ്രയേലിനും ഇപ്പോഴും ഉള്ളതെന്നാണ് ഇറാന്റെ രഹസ്യാന്വേഷണ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഇറാനിലെ ഭരണകൂടത്തെ താഴെ ഇറക്കുക, രാജ്യത്തെ വിഭജിക്കുക എന്നീ ലക്ഷ്യങ്ങൾ നേടാനായി ശത്രു മറ്റു മാർഗങ്ങൾ നോക്കുകയായിരുന്നു. ഈ യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ അവർ അക്കാര്യം തുറന്നു പ്രഖ്യാപിച്ചതാണ്. പക്ഷേ സൈനിക നടപടിയിലൂടെ അവർക്ക് വിജയം നേടാനായില്ല. പശ്ചിമേഷ്യയും ലോകത്തെ ആകെയും പ്രതിസന്ധിയിലാക്കി ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധം തീർക്കാനുള്ള കരാറിലെത്തുന്നത് സംബന്ധിച്ച് ഇറാനും യുഎസിനും ഇടയിൽ ആശയക്കുഴപ്പം തുടരവെയാണ് ഈ പ്രസ്താവന കൂടി എത്തിയത്. എന്തായാലും ഇറാനുമേൽ സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കാൻ യുഎസും ഇസ്രയേലും ശ്രമിക്കുന്നതായി രഹസ്യാന്വേഷണ വിവരമുണ്ട്. രാജ്യത്ത് മതപരമായും വംശീയമായും വിഭജനം ഉണ്ടാക്കാനും അതുവഴി അട്ടിമറിയും ഭീകര പ്രവർത്തനങ്ങൾ നടത്താനുമാണ് ശ്രമം. അതിനായി വിവിധ തരത്തിലുള്ള ആയുധങ്ങളും നിയമവിരുദ്ധമായ ആശയവിനിമയ ഉപാധികളും വൻതോതിൽ കള്ളക്കടത്ത് നടത്തുന്നുണ്ട്. ഉപഗ്രഹം വഴി ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്ന സ്റ്റാർലിങ്ക് ഉപകരണങ്ങളാണ് അതിൽ പ്രധാനമെന്ന് മന്ത്രാലയം പറയുന്നു. അതിനിടെയാണ് ഇറാനിലെ യുദ്ധം തീർക്കാനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യാനായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മന്ത്രിസഭാ യോഗം വിളിച്ചിരുന്നു. ഇറാനും തന്റെ ഭരണകൂടവും കരാറിലെത്താനായുള്ള ഏകദേശ ധാരണയിലായിട്ടുണ്ട് എങ്കിലും ചർച്ചകൾ ഇപ്പോഴും അനിശ്ചിതാവസ്ഥ അവസ്ഥയിലാണ്. കഴിഞ്ഞ ദിവസം ട്രംപായിരുന്നു ഇക്കാര്യം വ്യക്തമാക്കിയത്. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാനും ഇറാന്റെ ആണവശേഷി ഇല്ലാതാക്കി എന്ന വാദത്തിന് വിശ്വാസ്യത നൽകാനും സഹായിക്കുന്ന ഒരു കരാറിലേക്ക് അടുത്തെന്ന് ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നതിനോട് റിപ്പബ്ലിക്കന്മാർക്കിടയിൽ പോലുമുള്ളവർക്ക് സ്വാഭാവികമായി എതിർപ്പുണ്ട്. ആ എതിർപ്പ് അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കരാർ ഉണ്ടാക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ ഏതാണ്ട് തീരുമാനമായി എന്ന വാർത്തകൾ വന്നിരുന്നു എങ്കിലും തിങ്കളാഴ്ച ഇറാന്റെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളും മൈനുകളും നിക്ഷേപിക്കുന്ന ബോട്ടുകളും യുഎസ് സൈന്യം ആക്രമിച്ചതോടെയാണ് പ്രതീക്ഷ അസ്ഥാനത്തായത്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോയ തങ്ങളുടെ കപ്പൽ ആക്രമിച്ച സംഭവത്തിൽ ഇറാന്റെ സ്ഥാനപതിയെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. എന്തായാലും മെയ് 4 പനാമ പതാക നാട്ടിയ ദക്ഷിണ കൊറിയൻ ചരക്കു കപ്പലിന് മിസൈലേറ്റത്. അത് ഇറാൻ നിർമ്മിത നൂർ സീരീസിൽപ്പെട്ട മിസൈലാണ് എന്നാണ് അന്വേഷണത്തിലൂടെ കണ്ടെത്തുകയായിരുന്നു. എന്തായാലും യുദ്ധം എങ്ങനെയും അവസാനിപ്പിക്കുക എന്നതാണ് ഇറാന്റെയും അമേരിക്കയുടെയും ഇപ്പോഴത്തെ നിലപാട്. പക്ഷെ ഈ നിലപാടിലിരിക്കുമ്പോഴും ഇറാനിലെ ഭരണ അട്ടിമറി നടത്തുക എന്ന അമേരിക്കയുടെ ആ ഒരു നയം അംഗീകരിക്കാൻ ഇറാൻ ഒരിക്കലും ഒരുക്കമല്ല.